ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. മനോഹരമായ ബാലലീലകളാൽ നന്ദഗേഹത്തെ ശബ്ദമുഖരിതമാക്കിക്കൊണ്ട് ഒരേ പ്രായത്തിൽ വെളുത്തും കറുത്തുമുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ കളികളിൽ അവിടെയുള്ള ആ നന്ദഗൃഹത്തിൻ അടുത്തുള്ള എല്ലാ കാണികളിലും വളരെ വലിയ കൗതുകം ഉണർന്നു. അവർ ക്രമേണ ആ കുഞ്ഞുങ്ങൾ മുട്ടുകുത്തി നടന്നു തുടങ്ങി. കൃഷ്ണനും ബലരാമനും അവ്യക്തമായ ശബ്ദങ്ങളെല്ലാം പുറപ്പെടുവിച്ചുകൊണ്ട് കൊഞ്ചിക്കൊണ്ട് ആ കുഞ്ഞുങ്ങൾ യശോദാരോഹിണിമാരുടെ പുറകെ പിച്ച വെച്ച് നടന്നു തുടങ്ങുന്ന സമയം കുഞ്ഞുങ്ങളെ ലാളിക്കുന്നതിലും താലോലിക്കുന്നതിലും അമ്മമാർ മത്സരിക്കുക തന്നെ ചെയ്തു. മഞ്ഞപ്പട്ടും സ്വർണ്ണക്കസവ് തുന്നിച്ചേർത്ത കുപ്പായവും ഗോപിക്കുറിയും മയിൽപീലിയും അണിയിച്ച് തൻ്റെ പുത്രനെ എത്രയെത്ര അലങ്കരിച്ചിട്ടും യശോദാമ്മയ്ക്ക് തൃപ്തിയായില്ല. ബാലമുകുന്ദൻ്റെ ലീലകൾ കണ്ട് ആനന്ദിക്കുവാൻ വ്രജത്തിലെ ഗോപികമാർ നന്ദഗേഹത്തിൻ്റെ ആ പടിക്കലുള്ള തൂണുകളിൽ മൺസിംഹത്തിനെ കണ്ട് പേടിച്ച് നിലവിളിക്കുന്ന കുട്ടികളെ ഗോപികമാർ കൊണ്ടുപോയി യശോദാമ്മയുടെ കയ്യിൽ കൊടുത്ത് ഇപ്രകാരം പറഞ്ഞു: യശോദേ, ഇവനെ പുറത്തേക്ക് വിടരുത് കേട്ടോ. മഹാപേടിത്തൊണ്ടനാണ് തോന്നുന്നു. ആ സിംഹത്തെ കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോഴാണ് മറ്റൊരു ഗോപിക പറഞ്ഞത്, ഇവൻ്റെ മുകളിലെത്തിയ ആ വരിയിലെ പല്ലുകൾ ആദ്യം മുളച്ചിരിക്കുന്നു. ഇത് അമ്മാവന് ദോഷമാണെന്ന് പറയും. പക്ഷേ യശോദയ്ക്ക് സഹോദരന്മാരില്ലാലോ, അതുകൊണ്ട് ഭയപ്പെടാനില്ല. അങ്ങനെ കുറെ കൂടി മുതിർന്ന കുഞ്ഞുങ്ങൾ ശ്രീതാമാവ് മുതലായ മറ്റ് ഗോപബാലന്മാരുമായി അവിടെ ആ അങ്കണത്തിൽ മുറ്റത്ത് ഓടിക്കളിച്ചു തുടങ്ങുന്ന സമയം കാളിന്തി തീരത്തെ ഉപവനങ്ങളിലും തമാല വൃക്ഷങ്ങളുടെയും കടമ്പുകളുടെയും തണലിലും കൂട്ടുകാരുമൊത്ത് രാമകൃഷ്ണന്മാർ കളിച്ചു തുടങ്ങി. കൃഷ്ണനും രാമനും കൂട്ടുകാരുമൊത്ത് വ്രജത്തിലെ ഗോപഗൃഹങ്ങളിൽ നിന്ന് പാലും വെണ്ണയും തൈരും എല്ലാം മോഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉപനന്ദൻ്റെ പത്നിയായ പ്രഭാവതി നന്ദഗൃഹത്തിൽ വന്ന് യശോദാമ്മയോടായി പറഞ്ഞു: യശോദേ, നീ ദയവ് ചെയ്ത് നിന്റെ വീട്ടിൽ പാലും വെണ്ണയും തൈരും എല്ലാം വേണ്ടുവോളമുണ്ടല്ലോ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ അത് കൊടുക്ക്. ഞാനത് ലോപമില്ലാതെ കൊടുക്കാറുമുണ്ട്. എന്നിട്ടും നിന്റെ ആ മകനുണ്ടല്ലോ കൃഷ്ണൻ, അതൊക്കെ കൂട്ടുകാരുമായി വന്ന് കട്ടു തിന്നുന്നു. നന്ദരാജൻ്റെ പുത്രനായി പിറന്ന് ഇവൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ യശോദേ? നിന്റെ ആ ഒരു പദവിയെ ഓർത്താണ് ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയാത്തത്. പ്രഭാവതിയുടെ ഈ ഒരു പരാതി കേട്ട് യശോദാമ്മ പറഞ്ഞു: എനിക്ക് 1 കോടി പശുക്കളുണ്ട്. പാലും നെയ്യും യഥേഷ്ടം ഇവിടെ തന്നെയുണ്ട്. എൻ്റെ ഉണ്ണി ഒരു മോഷ്ടാവായി അവിടെ വരുന്നുവെന്നത് ഞാൻ വിശ്വസിക്കില്ല. നിനക്ക് ആവശ്യമുള്ള പാലും തൈരുമെല്ലാം ഇവിടെ നിന്നും കൊണ്ടുപോയിക്കോളൂ. ഇനി കൃഷ്ണൻ പാലോ വെണ്ണയോ കവർന്നാൽ അവനെ കയ്യോടെ പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യശോദാമ്മയുടെ ആ സാന്ത്വനമായ ആ വാക്കുകൾ കേട്ട പ്രഭാവതി സന്തോഷത്തോടുകൂടി തൻ്റെ വീട്ടിലേക്ക് വന്നു. അടുത്തൊരു ദിവസം തന്നെ തൻ്റെ ആ ചോരന്മാരായ കൂട്ടുകാരുമൊത്ത് ഗോരസച്ചോരണത്തിനായി കുഞ്ഞിക്കണ്ണൻ വീണ്ടും പ്രഭാവതിയുടെ വീട്ടിലെത്തി. അങ്ങനെ പ്രഭാവതിയുടെ വീട്ടിൽ ഉയരത്തിൽ ഉറിയിൽ ഇരിക്കുന്ന പാൽക്കലം കണ്ടപ്പോൾ കൃഷ്ണൻ എന്തു ചെയ്തെന്നോ, ഒരു പീഠത്തിൻ്റെ മേലെ കയറി ഒരു വടി കൊണ്ട് ആ പാൽക്കലം കുത്തിദ്വാരമുണ്ടാക്കി. എന്നിട്ട് രാമനും താനും സുധാമാവും വേണ്ടുവോളം കുടിച്ചു. മാത്രമല്ല ചുറ്റും വന്നു നിന്ന പൂച്ചക്കുട്ടികൾക്കും കുറേ കൊടുത്തു. കലമുടഞ്ഞ ശബ്ദം കേട്ട് പ്രഭാവതി വീണ്ടും ഓടിയെത്തിയപ്പോഴേക്കും മറ്റു കുട്ടികളെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഈ പീഠത്തിൻ്റെ മേലെ കയറി നിന്നിരുന്ന കൃഷ്ണനെ കയ്യോടെ പിടിച്ചു പ്രഭാവതി. എന്നിട്ട് കണ്ണനെയും കൊണ്ട് ആ ഗോപിക യശോദാമ്മയുടെ സമീപത്തേക്കായി നടക്കാൻ തുടങ്ങി. കണ്ണീരൊഴുക്കിക്കൊണ്ട് കൃഷ്ണൻ പിന്നാലെ നടന്നു. പൂമുഖത്തിരുന്ന നന്ദഗോപരെ കണ്ട പ്രഭാവതി വളരെ ഒതുക്കത്തോടുകൂടി തൻ്റെ വസ്ത്രം കൊണ്ട് മുഖമെല്ലാം മറച്ച് കൃഷ്ണനെയും പിടിച്ചുകൊണ്ട് യശോദാമ്മയുടെ മുൻപിലേക്ക് എത്തി. എന്നിട്ട് പ്രഭാവതി, ഇതാ നോക്കൂ യശോദേ,
ഞാൻ ജയിച്ചിരിക്കുന്നു, നിന്റെ മകനെ ഞാനിതാ കയ്യോടെ പിടിച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ പറഞ്ഞു. യശോദേ, ഇതാ നിന്റെ മകൻ എൻ്റെ പാൽക്കലമുടച്ച് പാല് കട്ട് കുടിക്കുമ്പോൾ ഞാനിതാ കയ്യോടെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. നീ ഇവനെ വേണ്ടതുപോലെ ശാസിച്ച് വളർത്തണം. കുട്ടിയെ നോക്കി ചിരിച്ചുകൊണ്ട് യശോദാമ്മ പറഞ്ഞു, പ്രഭാവതി, നീ എന്തിനാണ് ഈ അപവാദം പറയുന്നത്? നിന്റെ കുട്ടി കളവ് ചെയ്തിട്ട് എന്നോട് ആവലാതിപ്പെടുന്നത് എന്തിനാണ്? ഇതു കേട്ട് പ്രഭാവതി ഞെട്ടി. എന്നിട്ട് തൻ്റെ ആ മുഖം മൂടിയ ആ വസ്ത്രം പതിയെ മാറ്റി കുഞ്ഞിനെ നോക്കിയപ്പോൾ താൻ കൈക്കു പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് സ്വന്തം മകനെ തന്നെയാണെന്ന് കണ്ടു. അത്ഭുതപ്പെട്ടുപോയി പ്രഭാവതി. അങ്ങനെ ആ ലജ്ജയാൽ നാണം കൊണ്ട് തലകുനിച്ചു. എന്നിട്ടൊന്നും മിണ്ടാതെ നിന്നു. യശോദാമ്മയും രോഹിണിയമ്മയും മറ്റ് ഗോപികമാരും എന്തിന് നന്ദഗോപർ വരെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കൃഷ്ണൻ്റെ മായാജാലത്തെപ്പറ്റി ഒന്നും അറിയാത്ത പ്രഭാവതി തല താഴ്ത്തി അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് പോയി. ശ്രീകൃഷ്ണൻ പിന്നീട് താൻ നന്ദരാജൻ്റെ പുത്രനാണ് എന്ന ഗൗരവം വിടാതെ ഗോപികമാരോടായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മേലിൽ നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൈക്ക് പിടിച്ചാൽ ഞാൻ നിങ്ങളുടെ ഭർതൃരൂപമെടുത്ത് നിങ്ങളെ ശാസിക്കും. ഇത് കേട്ട് ആശ്ചര്യവും ലജ്ജയും കലർന്ന ഗോപികമാർ പിന്നീട് കൃഷ്ണനെ തൊട്ടുകളിച്ചില്ല. അങ്ങനെ കൃഷ്ണനും കൂട്ടുകാരും കളിച്ചും പാലും വെണ്ണയും കവർന്നും പശുക്കളെ പാടത്തേക്ക് അഴിച്ചുവിട്ടും കറവിന് മുൻപ് കുഞ്ഞുങ്ങളെ കൊണ്ട് പാല് കുടിപ്പിച്ചും പല പല കുസൃതികൾ കാണിച്ചുകൊണ്ട് ഗോകുലത്തിൽ വളർന്നു. നന്ദരാജപുത്രനായ കൃഷ്ണനെ നവനന്ദന്മാർ ഓരോരുത്തരും താന്താങ്ങളുടെ ആഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി പന്തുകളിപ്പിച്ചും പാട്ടുപാടിയും രസിപ്പിച്ചു. അതുപോലെ തന്നെ ഉപനന്ദന്മാരും 6 വൃഷഭാനുക്കളും കൃഷ്ണനെ കളിപ്പാട്ടങ്ങളാലും സ്വാദുള്ള ഭോജ്യങ്ങളാലും സന്തോഷിപ്പിച്ചു. ഉപനന്ദന്മാരും നവനന്ദന്മാരും 6 വൃഷഭാനുക്കളും ആരെല്ലാമാണ്? ഗയൻ, വിമലൻ, ശ്രീശൻ, ശ്രീധരൻ, മംഗളായനൻ, മംഗളൻ, രംഗവല്ലീശൻ, രംഗോജിത്ത്, ദേവനായകൻ എന്നിവരാണ് നവനന്ദന്മാർ. അതുപോലെ വീതിഹോത്രൻ, അഗ്നിബുക്ക്, സാമ്പൻ, ശ്രീകരൻ, ഗോപതി, വ്രജേശൻ, പാവനൻ, ശാന്തൻ എന്നിവർ ഉപനന്ദന്മാരാണ്. നീതിവിത്ത്, മാർഗധൻ, ശുക്ലൻ, പതങ്കൻ, ദിവ്യവാഹനൻ, ഗോപേഷ്ടൻ എന്നിവരാണ് ഷഡ് വൃഷഭാനുക്കൾ. ഗോലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലതാ നികുഞ്ചങ്ങളിലെ ദ്വാരപാലകന്മാർ നവനന്ദന്മാരും പശുപാലകന്മാർ ഉപനന്ദന്മാരായും നികുഞ്ചത്തിലെ 6 ദുർഗാദ്വാരങ്ങളുടെ രക്ഷകരായി ഷഡ് വൃഷഭാനുക്കളായുമാണ് ഭൂമിയിലേക്ക് പോന്നത്. ഒരിക്കൽ യമുനാ തീരത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൃഷ്ണൻ മണ്ണുവാരി തിന്നുന്നുവെന്ന് മറ്റു കുട്ടികൾ ഓടിവന്ന് യശോദാമ്മയോടായി പറയുകയുണ്ടായി. ബലരാമനും കൂടി അത് ശരിയാണെന്ന് പറഞ്ഞപ്പോൾ യശോദാമ്മ നേരെ ചെന്ന് കൃഷ്ണൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് കണ്ണു തുറുപ്പിച്ച് പേടിപ്പിച്ച പോലെ തന്നെ കണ്ണനോട് ചോദിച്ചു, ഉണ്ണി, നീ എന്താണ് കാണിക്കുന്നത്? നീ മണ്ണു തിന്നുവോ? അപ്പോൾ പേടിച്ചരണ്ട് കണ്ണുകൾ തുറപ്പിച്ച് അമ്മയെ നോക്കി കണ്ണൻ പറഞ്ഞു, ഇല്ലാമ്മേ. കഷ്ടമാണ്. ആരാണ് അമ്മയോട് ഇങ്ങനെ പറഞ്ഞത്? എന്നാൽ യശോദാമ്മ ആ വായൊന്ന് തുറക്കാൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ തൻ്റെ ആ കുഞ്ഞി വാ പിളർന്നു. ഭഗവാന്റെ വായിൽ യശോദാമ്മ ബ്രഹ്മാണ്ടം മുഴുവൻ കണ്ടു. വാ പൊളിച്ചു നിൽക്കുന്ന കൃഷ്ണനെയും തന്നെയും യശോദാമ്മ ആ കുഞ്ഞി വായിക്കകത്ത് കണ്ടു. ആ യമുനാ തീരത്ത് 2 കണ്ണും ചിമ്മിക്കൊണ്ട് യശോദാമ്മ ആശ്ചര്യപ്പെട്ടുകൊണ്ട് നിന്നു. തൻ്റെ പുത്രൻ സാക്ഷാൽ ശ്രീഹരിയാണെന്ന് മുൻപ് ഗർഗാചാര്യർ പറഞ്ഞ കാര്യം അപ്പോൾ യശോദാമ്മയുടെ ഓർമ്മയിലെത്തി. ഉണ്ണിയെ വാരിയെടുത്ത് മാറോടണച്ച് ആ ധന്യയായ മാതാവ് സ്തന്യപാനം ചെയ്യിപ്പിച്ചു. പിന്നീട് ഈ കഴിഞ്ഞതെല്ലാം, ഈ കണ്ടതെല്ലാം യശോദാമ്മ ഭഗവാന്റെ ആ മായയാൽ മറന്നും പോയി. പാവം യശോദാമ്മ അല്ലേ? എത്രയെത്ര കണ്ണൻ്റെ ലീലകൾക്കാണ് അമ്മ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഭഗവാന്റെ നളകൂബര മോക്ഷത്തെക്കുറിച്ചുള്ള കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം. സർവത്ര നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓരോ അക്ഷരപ്പൂക്കളും ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ സാക്ഷാൽ നാരായണമൂർത്തിയുടെ ശ്രീഹരിയുടെ
ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു.